ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മീഡിയസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ വീഡിയോ ആണ്. ഇപ്പം എക്സാംസിന് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ഇഫ് ദ ആർ ഒ സി ഓഫ് എ സിസ്റ്റം ഓഫ് ആൻ എൽ ടി ഐ സിസ്റ്റം ഈസ് മോഡ് ഇസ് ഗ്രേറ്റർ ദാൻ 0.8, കമന്റ് ഓൺ ദ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഓഫ് സിസ്റ്റം വിത്ത് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ. 3 മാർക്സ് ചോദിച്ച പ്രോബ്ലം ആണ്. ഇപ്പം ഇസഡ് ട്രാൻസ്ഫോമിൽ നിന്ന് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ചെക്ക് എപ്പോഴും ഷോർട്ട് ക്വസ്റ്റ്യനും അതുപോലെ എസ് എ ക്വസ്റ്റ്യനും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് തന്നിട്ടുണ്ട് ആർ ഒ സി മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 0.8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സിസ്റ്റം സ്റ്റേബിൾ ആണോ കോസ്റ്റലാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഇങ്ങനത്തുള്ള പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ആർ ഒ സി ഒന്ന് ഡ്രോ ചെയ്യണം. ആർ ഒ സി ഇത് ഇസഡ് ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണ്. ഇപ്പം നമ്മൾ ഇസഡ് പ്ലെയിനിലാണ് ആർ ഒ സി ഡ്രോ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 0.8 ആണ്. 0.8 മാർക്ക് ചെയ്യുക. 0.8. അപ്പോൾ അതിലേക്കൂടെ ഒരു സർക്കിള് ഡ്രോ ചെയ്യുക 0.8 കൂടെ. അപ്പം ഇവിടെ മോഡ് ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0.8 ആണ്. ഇതാണ് 0.8. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷനിൽ വരും. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 0.8ന് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും ആർ ഒ സി വരുന്നത്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ കോസാലിറ്റി സ്റ്റെബിലിറ്റി ചെക്കിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസിന്റെയും ഡിസ്ക്രീറ്റിന്റെയും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമുക്ക് ആകെ ആർ ഒ സി ആണ് തന്നിരിക്കുന്നത്. മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 0.8. അപ്പം ഇസഡ് പ്ലെയിൻ ഡ്രോ ചെയ്തു, ഒരു 0.8 മാർക്ക് ചെയ്തു, അതിലേക്കൂടെ ഡോട്ടഡ് ലൈൻ വരച്ചു. ഓക്കെ, ഡോട്ട് ലൈൻ വരച്ചു. കാരണം മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നില്ല. ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോമിന്റെ കേസിൽ ഈക്വൽ ടു വരത്തില്ല. അപ്പൊ ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഇവിടെ ഈ ഇസഡ് ട്രാൻസ്ഫോമിന്റെ കേസിൽ ഈക്വൽ ടു വരത്തില്ല, അപ്പൊ നോട്ട് ഇൻക്ലൂഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഡോട്ടഡ് ലൈൻ തന്നെ ഡ്രോ ചെയ്യുന്നത്. ഇപ്പം മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 0.8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.8ന്റെ ഔട്ട് സൈഡ് ആയിരിക്കും. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അത് വെച്ചിട്ട് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്സ് ആണ്. അപ്പം സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഇസഡ് പ്ലെയിനിൽ ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുക. യൂണിറ്റ് സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് 1 ആയിരിക്കും. ഓക്കെ, 0.8നേക്കാളും ഔട്ട് സൈഡ് ആയിരിക്കും 1 വാല്യൂ വരുന്നത്. 1ൽ കൂടെ നമ്മൾ ഒരു സർക്കിള് ഡ്രോ ചെയ്യുക. ഓക്കെ, 1ൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക. ഇപ്പം സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തന്നിരിക്കുന്ന ആർ ഒ സി യൂണിറ്റ് സർക്കിളിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പം നമ്മളുടെ ആർ ഒ സി 0.8 ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ്. ഗ്രേറ്റർ ദാൻ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.8ന്റെ ഔട്ട് സൈഡിലോട്ട് അങ്ങ് പോകും. ഓക്കെ, ഇങ്ങനെ അങ്ങ് പോകും. അപ്പം നമ്മളൊരു യൂണിറ്റ് സർക്കിൾ വരച്ചു. അപ്പൊ യൂണിറ്റ് സർക്കിളിനകത്ത് കണ്ടെയ്ൻഡ് അല്ലേ, അപ്പൊ അതിലേക്കൂടെ അല്ലേ അതിനകത്ത് ഉൾക്കൊള്ളുന്നില്ലേ. അപ്പൊ അങ്ങനെ കണ്ടെയ്ൻഡ് ആണെങ്കിൽ, ഓക്കെ, ആർ ഒ സി കണ്ടെയ്ൻഡ് ഇൻ യൂണിറ്റ് സർക്കിൾ, ആർ ഒ സി കണ്ടെയ്ൻഡ് ഇൻ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. കാരണം എന്താ? ആർ ഒ സി യൂണിറ്റ് സർക്കിളിനകത്ത് കണ്ടെയ്ൻഡ് ആണ്. ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് ഇസഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0.8 ആണ്. 0.8 എന്ന് പറയുന്നത് ഈ 1ൽ കൂടെ പാസ് ചെയ്യും, അതിനകത്ത് കണ്ടെയ്ൻഡ് ആണ്. സോ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഇപ്പൊ നമ്മളിവിടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? കോസാലിറ്റി ചെക്ക് ചെയ്യണം. കോസാലിറ്റി ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഒ സി ഷുഡ് ബി ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആയിരിക്കണം. അപ്പൊ ഇവിടെ പോൾ എന്ന് പറയുന്നത് 0.8 ഉള്ളൂ. അപ്പം ഒരു പോളേ ഉള്ളൂ. ചില കേസിൽ 2-3 പോളൊക്കെ വരാം. അപ്പം ആർ ഒ സി എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് പോള്, ഓക്കെ, അതിന്റെ ഔട്ട്സൈഡ് പോർഷൻ ആയിരിക്കണം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു പോളേ ഉള്ളൂ. ഒരു പോൾ എത്ര? 0.8 ആണ് ഒരു പോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്നതിന്റെ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു പോളേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് 0.8 ആണ്. 0.8ന്റെ ഔട്ട് സൈഡ് അല്ലയോ നമ്മളുടെ ആർ ഒ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? കോസൽ ആയിരിക്കും. കണ്ടീഷൻ ആർ ഒ സി ഔട്ട്സൈഡ്
ദ ഔട്ടർമോസ്റ്റ് പോൾ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ സിസ്റ്റം വിൽ ബി കോസൽ. ROC ഔട്ട്സൈഡ് ദ ഔട്ടർമോസ്റ്റ് പോൾ. ഹിയർ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.8 ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഔട്ടർമോസ്റ്റ് പോൾ. ഇവിടെ ഒരു പോളേ ഉള്ളൂ. ദാറ്റ് ഔട്ടർമോസ്റ്റ് പോൾ ഈസ് 0.8. 0.8ന്റെ ഔട്ട്സൈഡ് ആണ്. കാരണം ഡോട്ട് ലൈൻ ആയതുകൊണ്ട് അത് ഇൻക്ലൂഡഡ് അല്ല ഇസഡ് ട്രാൻസ്ഫോമിന്റെ കേസിൽ. സോ സിസ്റ്റം വിൽ ബി കോസൽ ആയിരിക്കും. ഔട്ട്സൈഡ് ഔട്ടർമോസ്റ്റ് പോൾ ആയതുകൊണ്ട് കോസൽ ആയിരിക്കും. യൂണിറ്റ് സർക്കിളിൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഈസി അല്ലേ? എളുപ്പമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ എക്സ്പ്ലനേഷനോ അതുപോലെ മോർ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. ഇത് ലാസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. KTU സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Determine whether the following system is static, time invariant, linear, and causal. X and Y denote input and output respectively. Give explanation for each. 8 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഡ്യൂൾ 1 നിന്ന് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ് സിസ്റ്റം പ്രോപ്പർട്ടി ചെക്ക്. ഇപ്പോൾ സിസ്റ്റം പ്രോപ്പർട്ടി ചെക്ക് CT സിസ്റ്റം ഉണ്ട്, അതുപോലെ DT സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ CTയുടെയും DTയുടെയും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാവുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ആണ്. അതൊന്ന് വാച്ച് ചെയ്യുക. എന്തായാലും ഇതിൽ നിന്ന് സ്ഥിരം ഷോർട്ട് ക്വസ്റ്റ്യനും മെസ്സേജ് ചോദിക്കാറുള്ളതാണ്, ഐദർ CT ഓർ DT. അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. T ആയതുകൊണ്ട് കണ്ടിന്യൂസ് ടൈം ആണ്. ഓക്കെ, N ആയിരുന്നെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം, ദെൻ ടൈം ഇൻവേരിയൻസ് ചെക്ക് ചെയ്യണം, ലീനിയാരിറ്റി ചെക്ക് ചെയ്യണം, കോസാലിറ്റി ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് y ഓഫ് t ഈക്വൽസ് t² x ഓഫ് t പ്ലസ് x ഓഫ് t മൈനസ് 2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിന്റെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിലെ സിസ്റ്റം ആണ് സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി ഉള്ള സിസ്റ്റം നമ്മൾ ഡൈനാമിക് എന്ന് പറയും. അപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ XT പ്രസന്റ് ഇൻപുട്ട് ആണ്, XT മൈനസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ഇൻപുട്ട് ആണ്. X വരുവാണെങ്കിൽ ഇൻപുട്ട് ആണ്, മൈനസ് വരുവാണെങ്കിൽ പാസ്റ്റ് ആണ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക, ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റിന്റെ ഓഫ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഉണ്ടെന്നാണ്. ഓക്കെ, മെമ്മറി ഉള്ള സിസ്റ്റത്തിന് നമ്മൾ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇത് എന്ത് സിസ്റ്റമാണ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് സിസ്റ്റമാണ്. അപ്പം നോട്ട് സ്റ്റാറ്റിക്. ഇതിനകത്ത് എന്താന്നുള്ളതും എഴുതണം, അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണം. എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു സിസ്റ്റത്തിനകത്ത് എഴുതേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയർ ദ ഔട്ട്പുട്ട് y ഓഫ് t ഇസ് എ ഫംഗ്ഷൻ ഓഫ് present value of input and past value of input. Past value means it possesses memory, so it is a dynamic system, not static. Okay, ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ടൈം ഇൻവേരിയൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ടൈം ഇൻവേരിയൻസ് ചെക്ക് ചെയ്യേണ്ട ഈസി റിക്വസ്റ്റ് ഉള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആണ്. അപ്പൊ അതിന്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റ് ബൈ k സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ബൈ k സാമ്പിൾസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന y ഓഫ് t, k എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ഇപ്പം സീക്വൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം എക്സ് ഓഫ് ടി മൈനസ് 2 അതൊക്കെയാണ് സീക്വൻസ് പറയുന്നത്. ഈ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് സീക്വൻസിന് ഷിഫ്റ്റ് ബൈ k സാമ്പിൾസ് തന്നിരിക്കുന്ന സീക്വൻസ് അല്ലെങ്കിൽ സിഗ്നൽസിന് ഷിഫ്റ്റ് ബൈ k സാമ്പിൾസ്. അപ്പൊ ഈ t സ്ക്വയർ ആയിട്ട് തന്നെ ഇരിക്കും. എക്സ് ഓഫ് ടി എന്താവും? k സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുമ്പം t മൈനസ് k ആവും, പ്ലസ് എക്സ് ഓഫ് ഇത് എന്താവും? t മൈനസ് k മൈനസ് 2. ഓക്കെ, ഇതിന് നമ്മൾ y t, k വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് t ബൈ t മൈനസ് k. എവിടൊക്കെ t ഉണ്ടോ, നമ്മൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് എവിടൊക്കെ t ഉണ്ടോ
അതിന് നമ്മൾ ടി മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്യും. അതിന്റെ ഈ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വൈ ഓഫ് ടി മൈനസ് കെ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ വൈ ടി കോമ കെ വെച്ച് റെപ്രസെന്റ് ചെയ്യും. റീപ്ലേസ് ചെയ്യുന്നതിന് വൈ ടി മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്യും. ഈക്വൽ ടു ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ടി ഉള്ളിടത്ത് ടി മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഈ ടി സ്ക്വയറിനകത്ത് എന്ത് വരും? ടി മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്യും, ഹോൾ സ്ക്വയർ വരും. എക്സ് ഓഫ് ടി എന്താവും? ടി മൈനസ് കെ ആവും. മൈനസ് എക്സ് ഓഫ് ടി എന്താവും? ടി മൈനസ് കെ മൈനസ് 2 ആവും. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആണ്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ടി സ്ക്വയർ ആണ്, ഇവിടെ എന്താണ്? ടി മൈനസ് കെ ഹോൾ സ്ക്വയർ ആണ്. ഇത് രണ്ടും എന്താണ് വന്നിരിക്കുന്നത്? ഡിഫറെന്റ് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഓഫ് ടി കോമ കെ നോട്ട് ഈക്വൽ ടു വൈ ഓഫ് ടി മൈനസ് കെ ആണ്. സോ സിസ്റ്റം എന്താണ്? നോട്ട് ടൈം ഇൻവേരിയന്റ് ആണ്. ഓക്കെ, നോട്ട് ടൈം ഇൻവേരിയന്റ്. വേരിയിങ് ആണ്, കാരണം ഇവിടെ കൊടുക്കുന്നതും ഡിഫറെന്റ് ആണ്. സോ വേരിയിങ് ആണ്. അപ്പൊ നമ്മൾ ഇൻവേരിയൻസ് പറയുമ്പോൾ നോട്ട് ടൈം ഇൻവേരിയന്റ്. ഇവിടെ ടൈം ഇൻവേരിയൻസ് നോട്ട് ടൈം ഇൻവേരിയന്റ് ആണ്. ഇനി നെക്സ്റ്റ് ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും നമ്മൾ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, ലീനിയാരിറ്റി ചെക്ക് ചെയ്തിട്ടുള്ള ഇതുപോലത്തുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പം ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ലീനിയർ ആണെന്നുള്ളത്. കാരണം നമ്മളുടെ വൈ ഓഫ് ടി ഈക്വൽസ് ടി സ്ക്വയർ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് 2 ആണ്. ഈ സീക്വൻസ് അല്ലെങ്കിൽ നമ്മൾ സിഗ്നലിനകത്ത് സ്ക്വയർ ടേമോ സ്ക്വയർ റൂട്ട് ടേമോ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ടേമോ അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ഇവിടെ ഉള്ളതിനകത്ത് എക്സ് ടിക്കകത്തും സ്ക്വയർ ടേമോ അങ്ങനത്തെ ടേംസ് ഒന്നുമില്ല, എക്സ് ടി മൈനസ് 2വിനകത്തും ഒന്നുമില്ല. സോ സിസ്റ്റം ലീനിയർ ആയിരിക്കും. നിങ്ങൾ 8 മാർക്സ് ആയതുകൊണ്ട് ആ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ചെയ്തിട്ട് വേണം അതിന്റെ ആൻസറിലേക്ക് എത്താൻ. അതിന് നമ്മൾ a1 x1 ഓഫ് ടി പ്ലസ് a2 x2 ഓഫ് ടി അങ്ങനെ ആ ഒരു സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്. അതുപോലത്തുള്ള വീഡിയോസ് അപ്ലോഡ് ആണ്, ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം സിസ്റ്റം എന്തായിരിക്കും? ഇൻ ദിസ് കേസ് സിസ്റ്റം ഈസ് ലീനിയർ ആയിരിക്കും. ഇനി ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കോസൽ ആണ്. കോസൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. എവിടെങ്കിലും ഫ്യൂച്ചർ വാല്യൂ കാണുകയാണെങ്കിൽ, ഫ്യൂച്ചർ വാല്യൂ കാണുകയാണെങ്കിൽ അത് നോൺ കോസൽ ആയിരിക്കും. എപ്പോഴും നമുക്ക് ഒരു സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് കോസൽ സിസ്റ്റം ആയിരിക്കും. അല്ലെങ്കിൽ ലീനിയർ ടൈം ഇൻവേരിയന്റ് അതുപോലെ കോസൽ സിസ്റ്റം ആയിരിക്കും. അപ്പം ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, പ്രിഡിക്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ നോൺ കോസൽ എന്ന് പറയും. നമ്മൾ എപ്പോഴും അനാലിസിസിന് യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിനെയും പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ ഫ്യൂച്ചർ വാല്യൂ എന്ന് ഒരു കാണുകയാണെങ്കിൽ, ഇപ്പം n+2 അല്ലെങ്കിൽ n+1 അല്ലെങ്കിൽ ചിലതിനകത്ത് എക്സ് ഓഫ് 2n ചില നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തുള്ളൊക്കെ പ്രോബ്ലംസ് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോസലും നോൺ കോസലും നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇതിന്റെ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് വൈ ഓഫ് ടി മൈനസ് 2ഉം എക്സ് ഓഫ് ടി മൈനസ് 2ഉം എക്സ് ടി ഉള്ളൂ. ഇതിനകത്ത് ഫ്യൂച്ചർ വാല്യൂ ഒന്നും വരുന്നില്ല. ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ t+1 t+2 അങ്ങനെയൊക്കെ വരണം, അല്ലെങ്കിൽ 2n അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരണം. അപ്പൊ ഈ സിസ്റ്റം എന്തായിരിക്കും? വെരി ഗുഡ്, ദിസ് സിസ്റ്റം ഈസ് കോസൽ സിസ്റ്റം ആയിരിക്കും, സിൻസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി പ്രസന്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്. കോസൽ സിസ്റ്റം ആയിരിക്കും. അപ്പം ഈ സിസ്റ്റം പ്രോപ്പർട്ടീസ് ഒക്കെ എപ്പോഴും മോഡ്യൂൾ 1 നിന്ന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഒന്നെങ്കിൽ DT സിസ്റ്റം അല്ലെങ്കിൽ CT സിസ്റ്റം. പാർട്ട് എയിൽ സിസ്റ്റം പ്രോപ്പർട്ടി ചെക്കും അതുപോലെ സിഗ്നൽ സ്കെച്ചിങ്ങും എപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്.